നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. യുകെയിലേക്ക് കുടിയേറിയവരും അതുപോലെ തന്നെ ഇനി കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയുടെ കാലഘട്ടം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മൾ യുകെയിലുള്ളവർക്ക് എല്ലാം തന്നെ പേഴ്സണലായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, ലിസ്ട്രസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെടുത്ത് കുറച്ച് സാമ്പത്തികമായിട്ട് തീരുമാനങ്ങളായിരുന്നു ബ്രിട്ടനെ ഒരു തകർച്ചയിലേക്ക് എത്തിച്ചത്. പക്ഷെ ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആ ഒരു തകർച്ചയിൽ നിന്ന് യുകെയിലെ കരകയറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ സ്റ്റാർമറിന്റെ കയ്യിലാണ്. എങ്ങനെയാണ് സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ യുകെയെ മുന്നോട്ട് നയിക്കുന്നത്? അവർക്ക് യുകെയെ ഈ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുമോ? നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇപ്പോൾ 6 കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അതായത് അവർ ആദ്യമായിട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 6 കാര്യങ്ങളാണ്. അത് കഴിഞ്ഞായിരിക്കും ഒരു ബാക്കി കാര്യങ്ങളിലേക്ക് പോകുക. അന്നേരം ഇന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ആ 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ആദ്യത്തത് അവർ പറയുന്നത് എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ കാലാവധി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫ്ലേഷൻ കൂടുന്നു, കുറയുന്നു, GDP ഭയങ്കരമായ വ്യത്യാസം വരുന്നു, റിസഷനിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ് യുകെയിലെ എക്കണോമിക് സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഈ സാമ്പത്തിക സ്ഥിതിയെ ഒരു നേർരേഖയിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റാർമർ ഏറ്റവും വലിയ പരിഗണന കൊടുക്കേണ്ട കാര്യം. കാരണം ഈ ഇൻഫ്ലേഷൻ ഒരു നേരായ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ യുകെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇവിടുത്തെ പലിശ നിരക്ക് കുറയ്ക്കുകയുള്ളൂ. അത് കുറച്ചാൽ മാത്രമേ ഇവിടെ സാധാരണക്കാർക്ക് അതിന്റെ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. അന്നേരം ഈ എക്കണോമിക് സ്റ്റെബിലിറ്റി കൈവരിക്കണമെങ്കിൽ അതിന് ആവശ്യമായ ഫണ്ട് വേണം. അന്നേരം അവർ പറഞ്ഞിരിക്കുന്നത് ആ ഫണ്ട് അവര് ചെലവ് ചുരുക്കലിലൂടെ കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് വരാതെ, ടാക്സ് ഒന്നും കൂട്ടാതെ, മോർഗേജ് റേറ്റ് കൂട്ടാതെ, നാഷണൽ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടാതെ തന്നെ അവര് സ്പെൻഡിങ് കുറച്ച് ആ പൈസ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർക്കത് സാധിച്ചു കഴിഞ്ഞാൽ യുകെയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും അതിന്റെ ഗുണം ഡയറക്റ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കും. അവരുടെ രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHS തന്നെയാണ്, നാഷണൽ ഹെൽത്ത് സർവീസ്. യുകെയുടെ നാഷണൽ ഹെൽത്ത് സർവീസ് ആകെ തകർന്നു കിടക്കുകയാണെന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേരാണ് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. 2 വർഷമൊക്കെയാണ് പല ഓപ്പറേഷന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് NHSലെ ഈ വെയിറ്റിംഗ് ടൈം അവർ കുറയ്ക്കും എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 40,000-ഓളം അപ്പോയിന്റ്മെന്റുകൾ എല്ലാ വീക്കിലും നടത്തുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അവർ ഈവനിങ് ടൈമും വീക്കെൻഡും എല്ലാം യൂസ് ചെയ്ത് എക്സ്ട്രാ അപ്പോയിന്റ്മെന്റ്സ് നടത്തി 40,000-ഓളം അപ്പോയിന്റ്മെന്റ്സ് നടത്തി അടുത്ത വർഷത്തോടെ യുകെയുടെ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇങ്ങനെ NHSന്റെ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് മാറ്റണമെങ്കിലും അവർക്ക് അതിൻ്റെതായ ഫണ്ട് വേണം. പലപ്പോഴും അവർ ഫണ്ടിന്റെ കാര്യത്തിലാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന 90% ആൾക്കാരും ഹാപ്പിയല്ല. കാരണം അവർക്ക് കിട്ടുന്ന സാലറി അവർക്ക് അർഹതപ്പെട്ട സാലറി കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതിനെതിരെ അവർ സമരങ്ങൾക്ക് വേണ്ടി മുമ്പോട്ടിറങ്ങിയാണ്. അന്നേരം ഈ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സ്റ്റാഫിനെ കൊണ്ട് എങ്ങനെ ഈ 40,000 അപ്പോയിന്റ്മെന്റ്സ് ഇവർ നടത്തും എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. അന്നേരം അവിടെ ആദ്യം സ്റ്റാർമർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്ക് ചെയ്യുന്നവരുടെ ശമ്പളം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ സ്റ്റാഫിന്റെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർമറിന് ഈ 40,000 അപ്പോയിന്റ്മെന്റുകൾ ഒരാഴ്ച നടത്താൻ സാധിക്കുകയുള്ളൂ. അന്നേരം അതിനുവേണ്ടി അദ്ദേഹം ചെയ്യേണ്ടത് അവരുടെ സാലറി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം റിക്രൂട്ട്മെന്റുകളും നല്ലതുപോലെ നടത്തിയാൽ മാത്രമേ ഇപ്പോഴത്തെ ഷോർട്ടേജ് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അന്നേരം ഇതിനൊക്കെ ഫണ്ട് ആവശ്യമാണ്. അന്നേരം ഇതിനു വേണ്ട ഫണ്ട് അവർ കണ്ടെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് നോൺ ഡോം ടാക്സിലൂടെയാണ്. അപ്പോൾ ടാക്സ് വെട്ടിപ്പ് നടത്തുന്നവരെ പിടിക്കുക, അതുപോലെ തന്നെ നോൺ ഡോം ടാക്സ്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഇവിടെ ടാക്സ് കൊടുക്കേണ്ടാത്ത രീതിയിൽ ഒരു നിയമമുണ്ട്, നോൺ ഡോം ടാക്സ്. അതായത് നമ്മുടെ ഋഷി സുനക്കിന്റെ വൈഫിനൊക്കെ ഇങ്ങനെ നോൺ ഡോം ടാക്സ് പ്രകാരം ഒരുപാട് രൂപയാണ് യുകെയുടെ ടാക്സ് കൊടുക്കാതെ ഋഷി സുനക്ക് പ്രധാനമന്ത്രി ആകുന്നത് വരെ അവര് നേടിയെടുത്തത്. പക്ഷെ ഇപ്പോൾ ഇവർ ഈ നിയമം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതായത് വിദേശത്ത് നിന്ന് കിട്ടുന്ന അവരുടെ വരുമാനത്തിനും ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട രീതിയിലുള്ള നിയമം കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നോൺ ഡോം ടാക്സിലൂടെ അവർ NHSലേക്കുള്ള ഫണ്ട് കണ്ടെത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർക്ക് NHSലെ ഫണ്ട് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് NHSലെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കുമെന്നും NHSൽ വേണ്ടത്ര സാലറി ഉയർത്തി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ പേരെ NHSലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ അവർ ഹെൽത്ത് കെയർ സെക്ടറിൽ ആവശ്യമായ സ്റ്റാഫിനെ ഇവിടെ തന്നെ ട്രെയിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു പോം വഴിയായിട്ട് അവർ മുമ്പിലുള്ളത്. അടുത്തത് മൂന്നാമത്തെ അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ബോർഡർ കാത്തു സൂക്ഷിക്കും. അതായത് ഇപ്പോൾ അനധികൃത കുടിയേറ്റം ക്രമാതീതമായിട്ട് യുകെയിലേക്ക് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അവര് ഈ ഇൻഡിവിജ്വൽസിനെതിരെ
പ്രയത്നിക്കുന്നതിന് പകരം അവരൊരു പുതിയ ബോർഡർ സെക്യൂരിറ്റി കമാൻഡിനെ നിയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഗ്യാങ്ങുകൾ, അതായത് ഇങ്ങനെയുള്ളവരെ യുക്രൈനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഗ്യാങ്ങുകളെ പിടിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറയുന്നത്. അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇപ്പോൾ ഒരേ ഗ്യാങ്ങുകളാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ യുകെയിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 5000 പൗണ്ട് തൊട്ട് 10,000 പൗണ്ട് വരെ വാങ്ങിച്ചാണ് ഈ കടലിലൂടെ അവരെ ഇങ്ങോട്ട് യുകെയിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള അഭയാർത്ഥികളാണെങ്കിൽ, കാരണം അവരുടെ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ യുകെയിലേക്ക് വന്ന് ഇവിടെ താമസിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തീവ്രവാദികളും അതോടൊപ്പം തന്നെ മറ്റ് ലക്ഷ്യങ്ങളിലൂടെ യുകെയിലേക്ക് എത്തപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരുടെ രാജ്യത്ത് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർക്ക് എങ്ങനെയെങ്കിലും യുകെയിലെത്തി യുകെയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അന്നേരം അങ്ങനെയുള്ളവരെ തടയാനുള്ള നിയമങ്ങളും സ്റ്റാർമർ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്നേരം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ന്യൂ കമാൻഡിനെ രൂപീകരിച്ചുകൊണ്ട് ഈ ക്രിമിനൽ ഗ്യാങ്ങുകളെ പിടിക്കും, അങ്ങനെ യുകെയിലേക്ക് എത്തുന്നവരെ തടയാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവര് നിയമപരമായിട്ട് യുകെയിലേക്ക് വരുന്നവരെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു നിയമമാറ്റങ്ങളും പറഞ്ഞിട്ടില്ല. ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചേഞ്ചും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വന്ന നിയമങ്ങളൊന്നും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്ന വരെ മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അടുത്തത് എനർജിയാണ്. നമുക്കറിയാലോ യുകെയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് യുകെ നേരിടുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസിന് തന്നെയാണ്. അത് എല്ലാവരും വിദേശ രാജ്യങ്ങൾ തന്നെയാണ് ആശ്രയിക്കുന്നത്. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് ഗ്രീൻ എനർജി സെറ്റപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്നത് ഈ സോളാർ വഴിയും വിൻഡ് വഴിയും ഒക്കെയുള്ള അങ്ങനെ നാച്ചുറൽ ആയിട്ട് തന്നെ ഇവിടെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് അവർ പറയുന്നത്. അതിനുവേണ്ടിയുള്ള സെറ്റപ്പ് അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതുവഴി ഇലക്ട്രിസിറ്റിയും ഗ്യാസിന്റെയും വില കുറയ്ക്കാം. ഇവര് ഇതിനുവേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഒരു പ്ലാൻ അവർ കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ഇതിനുവേണ്ടിയുള്ള എക്സ്പെൻസ് അവർ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിൻഫോൾ ടാക്സ് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ്. അതായത് ഇവിടെയുള്ള എനർജി ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് ആ ടാക്സ് തിരിച്ചു കൊണ്ടുവരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അങ്ങനെ ഈ വിൻഫോൾ ടാക്സിലൂടെ ഇതിനുവേണ്ടിയുള്ള സെറ്റപ്പിനുള്ള പൈസ അവർ അറേഞ്ച് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ ഗ്രീൻ എനർജി പരിപാടി ഒരു വിജയമായാൽ അത് യുകെയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. കാരണം യുകെയിൽ ഇനി ഫ്യൂച്ചറിൽ വരുന്ന എല്ലാവർക്കും തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ഗ്രീൻ എനർജി എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഏറ്റെടുത്തിരിക്കുന്നത് അവർ ക്രൈം കുറയ്ക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ്. ഇപ്പോൾ യുകെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ ക്രൈം റേറ്റ് ക്രമാതീതമായിട്ട് കൂടുകയാണ്. നമുക്കിപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീടൊക്കെ തുറന്നിട്ട് പുറത്ത് പോയിട്ട് വരുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പോഴൊക്കെ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളുടെ ഒരു മൊബൈൽ എടുത്ത് താഴോട്ട് വെച്ച് അന്നേരം അടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് യുകെയുടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെറിയ ചെറിയ പ്രോഡക്ട്സിന് പോലും ഇപ്പോൾ അവര് സെക്യൂരിറ്റി ടാഗ് ഘടിപ്പിച്ചു തുടങ്ങി. പാലിനൊക്കെ സെക്യൂരിറ്റി ടാഗ് ഘടിപ്പിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം കണ്ടത് ലണ്ടനിൽ പല വീടുകളിലും അവർ റോഡ് സൈഡിൽ കാർ പാർക്ക് ചെയ്യുമ്പോൾ അവർ ചങ്ങല ഉപയോഗിച്ച് അവരുടെ കാറ് അവിടെയുള്ള മരങ്ങളിലോട്ട് ബന്ധിപ്പിച്ചിട്ടിട്ടാണ് പോകുന്നത്. അതുപോലെ ഇപ്പോൾ മോഷണം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മോഷണം മാത്രമല്ല, അക്രമ സംഭവങ്ങളും ക്രമാതീതമായിട്ട് യുകെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഈ 90% ഈ അക്രമ സംഭവങ്ങളുടെയും മോഷണങ്ങളുടെയും പിന്നിൽ ഈ അനധികൃത കുടിയേറ്റത്തിലൂടെ എത്തിയവർ തന്നെയാണ്. കാരണം പിടിക്കപ്പെടുന്ന 90% ആൾക്കാരും ഇങ്ങനെ അനധികൃത കുടിയേറ്റത്തിലൂടെ ഇവിടെ എത്തിയവർ തന്നെയാണ്. അന്നേരം അതിനുവേണ്ടി അവർ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും പിന്നെ യൂത്ത് ഹബ്സ് ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇതിനെ തടയാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അതൊന്ന് വിജയത്തിലെത്തണം എന്നാണ് നമ്മളുടെ എല്ലാ ആഗ്രഹം. കാരണം യുകെയെ നമുക്ക് പഴയ ഒരു യുകെയിലെ ആക്കിയാൽ മാത്രമേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കെല്ലാം യുകെയിൽ സമാധാനത്തോടുകൂടെ ജീവിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. ജാതിയും മതവും വളർത്താൻ വേണ്ടി മാത്രം യുകെയിലേക്ക് വരുന്നവരെ ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ ഈ രാജ്യത്തിന് പഴയതുപോലെ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് ഒരു സംശയമുള്ള കാര്യമല്ല. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ യുകെയിൽ പഠിക്കുകയാണ്. അന്നേരം എഡ്യൂക്കേഷൻ സെക്ടറിൽ അവർ കൂടുതൽ മാറ്റങ്ങൾ വരുത്താനുള്ള പ്ലാനുണ്ട്. നമുക്കറിയാമല്ലോ, യുകെയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ടീച്ചേഴ്സിന്റെ ശക്തമായ ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട്. അന്നേരം സ്റ്റാർമറിന്റെ ആദ്യത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ 6500ഓളം പുതിയ ടീച്ചർമാരെ നിയമിക്കാൻ പോകുക എന്നുള്ളത്. ഈ 6500ഓളം ടീച്ചർമാരെ നിയമിക്കാൻ പോകുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പേർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ QTS പാസ്സായി നിൽപ്പുണ്ട്. അന്നേരം ഇവിടെയുള്ള പല സ്കൂളുകളിലേക്കും നമുക്ക് അവസരം ലഭിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അന്നേരം നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ CV ഒക്കെ അയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ യുകെയിൽ പഠിക്കുന്നവർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഒരു ടീച്ചറായിട്ട് മാറാനുള്ള അവസരമാണ് തുറന്നു വന്നിരിക്കുന്നത്. അന്നേരം ഇതിനു വേണ്ടിയുള്ള ഫണ്ട് അവർ കണ്ടെത്തുക എന്നുള്ളത് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ്. നമുക്കറിയാലോ, ഇപ്പൊ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് 50,000 പൗണ്ടൊക്കെയാണ് ഒരു വർഷത്തേക്ക് അവരുടെ ഫീസ് വരുന്നത്. അന്നേരം അതിന് ടാക്സ് അടയ്ക്കേണ്ടായിരുന്നു. അന്നേരം ആ പ്രൈവറ്റ് സ്കൂളിലെ ഫീസിന് ടാക്സ് കൊണ്ടുവരാനുള്ള പ്ലാനാണ് സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവരുന്നത്. അങ്ങനെ പ്രൈവറ്റ് സ്കൂളിലെ ഫീസിന് ടാക്സ് വന്നു കഴിഞ്ഞാൽ 20% ടാക്സ് വന്നു കഴിഞ്ഞാൽ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മറ്റ് സാധാ സ്കൂളുകളിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ പ്ലാൻ. അന്നേരം അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് ടീച്ചേഴ്സിനെ നിയമിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
ഈ 6 പ്ലാനുകൾ അവർക്ക് കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ UK ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ പ്രത്യേകിച്ച് ഒരു നിയമമാറ്റവും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്തെങ്കിലും നിയമങ്ങളൊക്കെ മാറ്റുകയാണെങ്കിൽ തത്സമയം നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.